ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈമൺ കാറ്റലിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെൻറി മറേ അതുപോലെ ആൾപോർട്ട് ഇവരുടെയൊക്കെ തിയറികളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള തിയറിയാണ് റൈമൺ കാറ്റലിൻ്റെ പേഴ്സണാലിറ്റി തിയറി എന്ന് പറയുന്നത്. റൈമൺ കാറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ. ഇദ്ദേഹത്തിൻ്റെ തിയറീസ് പ്രധാനമായിട്ടും പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്നതിൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇമ്പിരിക്കലായിട്ടുള്ള ഒരു സമീപനമായിരുന്നു, ഇമ്പിരിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്നതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഫാക്ടർ അനാലിസിസ് ആദ്യമായിട്ട് യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ തിയറീസ് കൂടുതൽ ഇമ്പിരിക്കലും കൂടുതൽ കോംപ്രഹെൻസീവ് ആവുന്നത്. കാരണം പേഴ്സണാലിറ്റി എന്ന ടേം വളരെ കോംപ്ലക്സ് ആണ്, പലപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആണ്, ഓവർലാപ്പിംഗ് ആണ്. ഇത്തരം പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠനം നടത്തുന്നതിൽ ആദ്യം അതിൻ്റെ കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തത് ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് അണ്ടർലൈങ് ആയിട്ടുള്ള എലമെൻസിനെയൊക്കെ തന്നെ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്കുകയും അത് നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം ഡയമെൻഷൻസ് ആയിട്ട് തരംതിരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇദ്ദേഹം പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ആൾപോർട്ടിനെ പോലെ തന്നെ റൈമൺ കാറ്റലും നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികളിലാണ് ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ചെയ്തിരുന്നത്. പേഴ്സണാലിറ്റിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ തിയറീസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പേഴ്സണാലിറ്റി തിയറീസ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക എന്നതിൻ്റെ ഉപരി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഫ്യൂച്ചറായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു തിയറി സിസ്റ്റമാറ്റിക് ആവുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം പേഴ്സണാലിറ്റിയുടെ ഡൈനാമിക് ഇൻ്ററാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്നത് ഹെറിഡിറ്ററി ആൻഡ് എൻവോൺമെൻറ്റ് ഇതിൻ്റെ ഒരു ഇൻറ്ററാക്ഷനാണ് പേഴ്സണാലിറ്റി ഡൈനാമിസം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ആൾപോർട്ടിനെ പോലെ തന്നെ ഇദ്ദേഹം ഒരു ഹെയ്റ്റ് അപ്രോച്ച് ആയിരുന്നു മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഹെയ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ടെൻഡൻസീസ് ആണ്. അതാണ് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ യൂണിറ്റ്, ഒരു പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള യൂണിറ്റാണ് ട്രൈറ്റുകൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് ട്രൈറ്റുകൾ കൂടുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ഡയമെൻഷനായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് എന്നുള്ളതാണ്. ട്രൈറ്റുകളെ അതിൻ്റെ ഒറിജിൻ അതുപോലെ അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഇതിൻ്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ട്രൈറ്റുകൾ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രൈറ്റ് ആണ് കോമൺ ആൻഡ് യുണീക്ക് ട്രൈറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ് കോമൺ ട്രൈറ്റ് എന്ന് നോക്കാം. കോമൺ ട്രൈറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ട് എല്ലാ വ്യക്തിയിലും അല്ലെങ്കിൽ എല്ലാ കൾച്ചറിലുള്ള വ്യക്തിയിലും ഒരുപോലെ കാണപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരിലും ചെറിയൊരു എലമെൻസ് എങ്കിലും കാണപ്പെടുന്ന ട്രൈറ്റ് ആണ് കോമൺ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയിലെ ഇൻ്റലിജൻസ് ആവാം, ഒരു വ്യക്തിയിലെ അസേർട്ടീവ്നെസ് ആവാം, സോഷ്യബിലിറ്റി ആവാം. ഇതൊക്കെ തന്നെ ഒരു ചെറിയൊരു ലെവൽ ഡിഗ്രീസ് എങ്കിലും ഒരു ചെറിയൊരു അളവിലെങ്കിലും എല്ലാ വ്യക്തിയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യബിലിറ്റി എന്നുള്ളത് അതിൻ്റെ ഡിഗ്രീസ് ഡിഫറൻ്റ് ആണെങ്കിലും ചെറിയൊരു അളവിൽ എല്ലാ വ്യക്തിയിലും സോഷ്യബിൾ ആയിട്ടുള്ള ക്യാരക്ടർ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്നുള്ളത് എല്ലാവരിലും ഒരുപോലെ ഇല്ലെങ്കിലും ചെറിയൊരു അളവിലെങ്കിലും എല്ലാവരിലും ഇൻ്റലിജൻസ് എന്നുള്ള ട്രൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹം കോമൺ ട്രൈറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇത് ചില വ്യക്തികളിൽ കൂടുതൽ ഉണ്ടാവും, ചില വ്യക്തിയിൽ ഇത് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സ്ട്രോവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ അല്ലെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അത്തരം ആൾക്കാർ എല്ലാ വ്യക്തിയിലും ഒരു ഇൻട്രോവേർഷൻ ക്യാരക്ടർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസിൽ അവരത് മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വ്യക്തികളിലും കാണപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയൊരു അളവിലെങ്കിലും എല്ലാവരിലും കാണപ്പെടുന്ന ഒരു വ്യക്തിയുടെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സുകളാണ് റിയാക്ഷണൽ ടെൻഡൻസീസ് ആണ് കോമൺ ട്രൈറ്റ് എന്ന് അദ്ദേഹം വിളിച്ചത്. ഒപ്പം തന്നെ മറ്റൊരു ട്രൈറ്റാണ് യുണീക്ക് ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടില്ല, ഓരോ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഇത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള ട്രൈറ്റുകളാണ് എന്നുള്ളതാണ്. ഇതൊരു വ്യക്തിയിലെ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, എത്രത്തോളം അഭിരുചി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ലുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കൽ എബിലിറ്റിയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻറ്റ് ഇത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയെ വ്യത്യാസമാക്കി നിർത്തുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കോമൺ ട്രൈറ്റും യുണീക്ക് ആയിട്ടുള്ള ട്രൈറ്റും എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഡൈനാമിക് ടെമ്പറമെൻറ്റ് ആൻഡ് എബിലിറ്റി ട്രൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് മറ്റൊരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഒരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ കോമൺ ആൻഡ് യുണീക്ക് ട്രൈറ്റ് എന്ന് വിളിച്ചത്.
മറ്റൊരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഡൈനാമിക് ടെമ്പറമെൻറ്റ് ആൻഡ് എബിലിറ്റി ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഡൈനാമിക് ട്രേറ്റ് എന്ന് വിളിക്കുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ബിഹേവിയർ ആണ്. അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാണ്ട് നമ്മുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, നമ്മുടെ അംബീഷൻസ് അതുമായി റിലേറ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആണ് ഡൈനാമിക് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പുറകിലുള്ള ഇൻട്രസ്റ്റ്, അതിൻ്റെ അംബീഷൻ എന്താണ്, ഇതാണ് ഡൈനാമിക് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ട്രേറ്റ് ആണ് ടെമ്പറമെൻ്റൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ ജനറൽ ബിഹേവിയറൽ സ്റ്റൈലാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്ററാക്ട് ചെയ്യുന്നതിലൊക്കെ തന്നെ ഒരു ജനറൽ സ്റ്റൈലും ഒരു ഇമോഷണൽ ടോണും ഉണ്ടാകും. അതാണ് ടെമ്പറമെൻ്റൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ട്രേറ്റാണ് എബിലിറ്റി ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എഫിഷ്യൻസിയും സ്കില്ലുമാണ് എബിലിറ്റി ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു വ്യക്തിക്ക് ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എഫിഷ്യൻസിനെയാണ് നമ്മൾ സാധാരണ എബിലിറ്റി ട്രേറ്റ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരു എബിലിറ്റി ട്രേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു മെൻ്റലായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇൻ്റലിജൻസ് വേണം. അപ്പോൾ അതൊരു എബിലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു എഫിഷ്യൻസിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാറ്റലിൻ്റെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് എന്നുള്ളതാണ്. മറ്റൊരു ട്രേറ്റ് ക്ലാസിഫിക്കേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റും അതുപോലെ എൻവോൺമെൻറ്റൽ മോൾഡ് ട്രേറ്റുകളും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് സോഴ്സ് ട്രേറ്റും സർഫസ് ട്രേറ്റും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ സോഴ്സ് ട്രേറ്റിനെയാണ് അദ്ദേഹം രണ്ടായിട്ട് ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നും അതുപോലെ തന്നെ എൻവോൺമെൻറ്റൽ മോൾഡ് എന്നുള്ളതും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ജെനറ്റിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ട്രേറ്റുകളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബയോളജിക്കലായിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളൊക്കെ എന്തെങ്കിലും ഒരു പാറ്റേണൽ ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസിൽ ബിഹേവിയറൽ റിയാക്ഷൻസിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ സ്റ്റാമിന അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് ആയിട്ടുള്ള ഇൻഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻസിൽ വരുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എൻവോൺമെൻ്റലി മോൾഡ് ട്രേറ്റ് എന്നുള്ളത് മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട്, ഫാമിലി, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എൻവോൺമെൻറ്റ്, ഇത്തരം പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ എൻവോൺമെൻ്റലായിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അത് ഷേപ്പ് ചെയ്യുന്നതിനെയാണ് എൻവോൺമെൻറ്റൽ മോൾഡ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ലേണഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു വ്യക്തിയിൽ പേഴ്സണാലിറ്റിയിൽ കാണപ്പെടുന്ന ലേണഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ടും എൻവോൺമെൻറ്റൽ മോൾഡ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ്. അതാണ് സോഴ്സ് ട്രേറ്റും സർഫസ് ട്രേറ്റും. അതിലെന്താണ് ആദ്യം സർഫസ് ട്രേറ്റ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ വളരെ ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസിലി നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സർഫസ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഓരോ കോണ്ടാക്സ്റ്റിലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷന് അനുസരിച്ചും ഈ ഒരു സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ കാറ്റിൽ പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് അല്ല. അദ്ദേഹം പറഞ്ഞ സോഴ്സ് ട്രേറ്റ് ആണ് ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം സർഫസ് ട്രേറ്റ് വളരെ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഇതാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നുള്ളതായിരിക്കും. ഈസിലി റെക്കഗ്നൈസബിൾ ആണ്. കാരണം ഇത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ നോട്ടീസ് ചെയ്യാൻ പറ്റും. കാരണം ഔട്ട്വാർഡ് എക്സ്പ്രഷൻ ഓഫ് ബിഹേവിയർ ആണ്. ഒരു വ്യക്തി സോഷ്യബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, വളരെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഇറിറ്റബിലിറ്റി കാണിക്കുന്നതൊക്കെ തന്നെ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരു വ്യക്തി ഇമ്പൾസീവായിട്ട് ഒരു സിറ്റുവേഷനിൽ കോണ്ടെക്സ്റ്റിൽ പെരുമാറി എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഇമ്പൾസീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നല്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഒരു സിറ്റുവേഷൻ ഡിപ്പെൻഡൻ്റ് മാത്രമായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സർഫസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്ന ചില ബിഹേവിയേഴ്സാണ് സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ വളരെ താൽക്കാലികമായിട്ട് ഉള്ളതാണ് എന്നുള്ളതാണ്. അഥവാ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് അതിനെ അനുവദിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ആ അത്തരം ബിഹേവിയർ അപ്പിയർ ആവുന്നത്. അത് റിലേറ്റീവ്ലി സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർഫസ് ട്രേറ്റ് പലപ്പോഴും കാണപ്പെടുന്നത് ഗ്രൂപ്പായിട്ടാണ്. ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചറിൻ്റെ റിഫ്ലക്ഷൻ അല്ല എന്നതാണ്. വളരെ വ്യക്തമായിട്ടുള്ള റിഫ്ലക്ഷൻ അല്ല, പക്ഷെ ഔട്ട്വാർഡ് എക്സ്പ്രഷനെയാണ് സർഫസ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒരു വ്യക്തിയുടെ റിയലി ഒരു പേഴ്സണാലിറ്റിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് അല്ല സർഫസ് ട്രേറ്റ് എന്നുള്ളത്. അതുപോലെ മറ്റൊരു
ട്രേറ്റ് ആണ് സോഴ്സ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റേത് ഈ പറഞ്ഞ പോലെ ഒബ്സർവബിൾ ക്യാരക്ടർ ആണെങ്കിൽ ഇതൊരു വ്യക്തിയുടെ നേരിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ അണ്ടർലൈയിങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സുകളാണ് സോഴ്സ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സർവബിൾ ആയിട്ടുള്ള സർഫസ് ട്രേറ്റിനെ ഷെയ്പ്പ് ചെയ്യാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ ഒതുങ്ങുന്ന ക്യാരക്ടറിസ്റ്റിക്സുകളായിരിക്കും. ഇത് ലെസ് വിസിബിൾ ആണ്, പക്ഷേ ഒരു പേഴ്സണാലിറ്റിയുടെ കോർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സോഴ്സ് ട്രേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സോഴ്സ് ട്രേറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനും നെക്സ്റ്റ് സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്യാനും നമുക്ക് ആവശ്യം സോഴ്സ് ട്രേറ്റ് ആണ് എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആണ്, കൺസിസ്റ്റൻ്റ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും എന്നുള്ളതാണ്. ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഫൗണ്ടേഷനിലാണ്, ഇതൊരു ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്, ഒരു കോർ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ഇതിനെ മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഫൗണ്ടേഷനിലാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു വ്യക്തിയിൽ 16 പ്രധാനപ്പെട്ട സോഴ്സ് ട്രേറ്റാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഈ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ടുള്ള ഫാക്ടർ അനാലിസിസിലൂടെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ ഇദ്ദേഹം 16 സോഴ്സ് പ്രൈമറി ആയിട്ടുള്ള സോഴ്സ് ട്രേറ്റുകളാണ് പ്രധാനമായിട്ടും ഈ 16PF എന്ന ക്വസ്റ്റ്യനെയറിലൂടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 16 ക്വസ്റ്റ്യനെയറിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റേബിലിറ്റി, ഡോമിനൻസ്, ലൈവ്ലിനെസ്, റൂൾ കോൺഷ്യസ്നെസ്, സോഷ്യൽ ബോൾഡ്നെസ്, സെൻസിറ്റിവിറ്റി, വിജിലൻസ്, അബ്സ്ട്രാക്ട്നെസ്, പ്രൈവറ്റ്നെസ്, അപ്രിഹെൻഷൻ, ഓപ്പൺനെസ് ടു ചേഞ്ച്, സെൽഫ് റിലയൻസ്, റിഫ്ലക്ഷൻ ആൻഡ് ടെൻഷൻ. ഇങ്ങനെ ഇദ്ദേഹം ഫാക്ടർ അനാലിസിസിലൂടെ 16 പ്രൈമറി ആയിട്ടുള്ള സോഴ്സ് ട്രേറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഇതൊരു ഡയമെൻഷനാണ്. വാംത്ത് ലോ ഉള്ള കണ്ടീഷൻസിൽ ഒരു ക്യാരക്ടർ കാണിക്കും, ഹൈ ഉള്ള കണ്ടീഷൻസിൽ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഇമോഷണൽ സ്റ്റേബിലിറ്റി ലോ ആയിക്കഴിഞ്ഞാൽ ഇമോഷണലി ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും. ഹൈ ആയിക്കഴിഞ്ഞാൽ ഇമോഷണലി ഹൈലി സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വെല്ലായിട്ടുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഡയമെൻഷനാണ്. ഇതിൻ്റെ ഹൈ ഉള്ള കണ്ടീഷൻസും ലോ ഉള്ള കണ്ടീഷൻസും ഇതിനെല്ലാം തന്നെ ഒരുപാട് ഫാക്ടേഴ്സിനെ, ഒരുപാട് പേഴ്സണാലിറ്റി എലമെൻസിനെ ഇദ്ദേഹം ഗ്രൂപ്പ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഫാക്ടർ അനാലിസിസിലൂടെ ഗ്രൂപ്പ് ചെയ്ത് കണ്ടെത്തിയതാണ് ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഫാക്ടർ അനാലിസിസിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇംഗ്ലീഷ് ആൽഫബറ്റ്സും ഒപ്പം തന്നെ നമ്പേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിനെ ABC, അതുപോലെ EFGHILMNO, Q1, Q2, ഇങ്ങനെ Q4 വരെ ഇദ്ദേഹം ഫാക്ടർ അനാലിസിസിൽ നോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ട് അസസ്മെൻറ്റ് മെത്തേഡുകളാണ്. കാറ്റിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ലൈഫ് റെക്കോർഡുകളാണ്. എൽ ഡാറ്റ എന്നാണ് പ്രധാനമായിട്ടും വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയറുകൾ ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ക്യൂ ഡാറ്റ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ടി ഡാറ്റ, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് ടി ഡാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേറ്റ് എന്ന് വിളിക്കുന്നത് ഒന്ന് സോഴ്സ് ട്രേറ്റും സർഫസ് ട്രേറ്റുമാണ്. അതിൽ 16 പ്രൈമറി സോഴ്സ് ട്രേറ്റുകൾ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഫാക്ടർ അനാലിസിസിലൂടെയാണ്. ഫാക്ടർ അനാലിസിസിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സുകളാണ് ഒരു വ്യക്തിയെ നിർവചിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ കോറായിട്ടുള്ള പേഴ്സണാലിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ 16 ഫാക്ടേഴ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. താങ്ക് യു.